ഇവിടുത്തെ മാർക്കറ്റിലെ തണുപ്പ് സമയമാകുമ്പം നല്ല കാച്ചിൽ കിട്ടും. അങ്ങനെ ഞാനിന്ന് കാച്ചിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ കാണിക്കുന്ന കാച്ചിലല്ല, ഇത് ഇതിനു മുമ്പേ വാങ്ങിച്ചതാണ്. ഞാൻ ഇന്നലെ വാങ്ങിച്ച കാച്ചിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഇതിന് മുമ്പേ ഒരു ദിവസം ഞാൻ വാങ്ങിച്ച കാച്ചിലാണ്. ഇത് കുറഞ്ഞതൊരു 6-7 കിലോ ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഞാൻ ഇന്നലെ ഒരു കാച്ചിൽ വാങ്ങിച്ച്. ഇത് 7 കിലോയ്ക്ക് 100 ഗ്രാം കുറവേ ഉള്ളായിരുന്നു. അങ്ങനെ 200 രൂപ കൊടുത്ത് ഈ ഒരു കാച്ചിൽ ഇങ്ങെടുത്തു. നല്ല എളുപ്പം കാച്ചിലായിരുന്നു. അത് കണ്ടപ്പം ഇഷ്ടം തോന്നി, അതുകൊണ്ട് അത് മൊത്തം ഇങ്ങെടുത്തു. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാറില്ല, അതുകൊണ്ട് നല്ല എളുപ്പമായതുകൊണ്ട് ഞങ്ങളെടുത്ത്. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞങ്ങൾക്കിവിടെ ഈ ഒരു സാധനം കാച്ചിൽ, ഇങ്ങനത്തെ വെള്ള കാച്ചിൽ, ചുമന്ന കാച്ചിൽ നമുക്കിവിടെ കിട്ടാറേയില്ല, വെള്ള കാച്ചിലേ കിട്ടത്തുള്ളൂ. അതുപോലെ ഈ എളുപ്പം കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകും, അതുകൊണ്ട് വലിയ കഷ്ണമായിട്ടാണ് ഇട്ടത്. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി, പച്ചമുളക് സംബന്ധി, കാന്താരി ഇവിടെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പച്ചമുളകും പിന്നെ അല്പം മീൻകറി, കത്തല കറി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തൊന്ന് കഴിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. കപ്പയൊന്നും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ കാച്ചിലൊക്കെ വരുമ്പം വാങ്ങിച്ച് കഴിക്കും, നല്ല ടേസ്റ്റോട് കൂടി. അതുപോലെ കാച്ചിലിനൊപ്പം ചിലർ മീൻകറി കഴിക്കത്തില്ലായിരിക്കും, പക്ഷേ എനിക്കിഷ്ടമാണ് കാച്ചിലിനോടൊപ്പം മീൻകറി കഴിക്കുന്നത്, സൂപ്പർ ടേസ്റ്റാണ്. അന്നേരം പിന്നെ ഈ ചമ്മന്തിക്ക് മുടിഞ്ഞരിവായതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം കൂട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കേ.